അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, എല്ലാവർക്കും ഈദുൽ ഫിത്തർ ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കാനായി അള്ളാഹു അനുവദിച്ചു തന്ന ദിവസമാണ് ഈദ് എന്ന് പറയുന്നത്. അത് സന്തോഷ പ്രകടനമാണ്, അതേപോലെ ദൈവികാനുഗ്രഹങ്ങൾക്കുള്ള നന്ദി പ്രകടനവുമാണ്. അറബി ഭാഷയിൽ ഈദ് എന്ന് പറഞ്ഞാൽ ആവർത്തിക്കപ്പെടുന്നത്, മടങ്ങി വരുന്നത് എന്നാണ് അർത്ഥം. എല്ലാ വർഷവും ആഘോഷിക്കപ്പെടുന്ന ആഘോഷം എന്ന നിലക്കാണ് ഈദ് എന്ന് ഈ ആഘോഷ ദിനം അറിയപ്പെടുന്നത്. ഇസ്ലാമിൽ രണ്ട് ആഘോഷ ദിവസങ്ങളാണുള്ളത്. ഒന്ന് ഈദുൽ ഫിത്തറാണ്, മറ്റൊന്ന് ഈദുൽ അദ്ഹയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് കൂടുതൽ അടുക്കുവാനായി നിശ്ചയിച്ചു തന്നിട്ടുള്ള ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആരാധനകളുടെ സമാപ്തിയിലാണ് ഈ ഈദ് ആഘോഷം എന്നുള്ളത് വളരെ ഏറെ നാം ഓർക്കേണ്ടതും സ്മരിക്കേണ്ടതുമാണ്. നിരവധി ആരാധനകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയാക്കി കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ആരാധനകളുടെ കൂട്ടത്തിൽ മനുഷ്യനെ തഖ്വയുടെ പൂർണ്ണതയിലേക്കും പാരമ്യത്തിലേക്കും എത്തിക്കുന്ന രണ്ട് ആരാധനകളാണ് റമളാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനവും അതേപോലെ ജീവിതത്തിൽ ഒരിക്കൽ നിർബന്ധമാക്കിയിട്ടുള്ള വിശുദ്ധ ഹജ്ജ് കർമ്മവും. ഈ രണ്ട് ആരാധനകളെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചപ്പോൾ തഖ്വക്കുള്ള പ്രാധാന്യം ഊന്നി പറയുകയും ചെയ്തിട്ടുണ്ട്. നോമ്പ് നിർബന്ധമാക്കിയത് വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചത് ഒരു സ്ഥലത്താണ്. എന്നുവെച്ചാൽ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 183 മുതൽ 4-5 ആയത്തുകളിലൂടെയാണ് റമളാനിലെ നോമ്പ് നിർബന്ധമാക്കിയതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ പരാമർശമുള്ളത്. അവിടെ രണ്ട് സ്ഥലങ്ങളിൽ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉള്ളവരാകാൻ വേണ്ടി, അതേപോലെ തന്നെ യുബയ്യിനു ലിന്നാസി ആയാത്തിഹി ലഅല്ലഹും യഹ്തദൂൻ ലഅല്ലഹും യത്തഖൂൻ, അവർ സൂക്ഷ്മത പാലിക്കുന്നവരാകാൻ വേണ്ടി എന്ന് 2 പ്രാവശ്യം നോമ്പിന്റെ വിധിവിലക്കുകൾ സൂചിപ്പിച്ചിടത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞിടത്ത് വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ ഫത്തഖൂനി യാ ഉലിൽ അൽബാബ്, നിങ്ങൾ പാഥേയം സ്വീകരിക്കണം, നിങ്ങൾ സ്വീകരിക്കുന്ന പാഥേയത്തിൽ യാത്രാ ഭക്ഷണങ്ങളിൽ ഏറ്റവും ഉത്തമമായത് തഖ്വയാണ്, ബുദ്ധിയുള്ളവരെ നിങ്ങൾ എന്നെ സൂക്ഷിച്ച് ജീവിക്കുക എന്നൊക്കെ ഖുർആൻ പറഞ്ഞത് കാണാം. അപ്പൊ ഈ രണ്ട് ആരാധനകളും ഇതര ആരാധനകളെ അപേക്ഷിച്ച് മനുഷ്യനെ തഖ്വയുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ തഖ്വയുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന ഈ ആരാധനകൾ ഭംഗിയായി കൃത്യമായി നിർവഹിച്ചതിനുള്ള ഫലമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു തന്നിട്ടുള്ളതാണ് ഈ രണ്ട് ആഘോഷ ദിവസങ്ങൾ. ഈ രണ്ട് ആരാധനകളും പരിപൂർണമായി നിർവഹിക്കാൻ സാധിച്ചതിലുള്ള വിശ്വാസിയുടെ നന്ദി പ്രകടനവും കൂടിയാണ് ഈദ് ആഘോഷം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആഘോഷിക്കുക, ആഹ്ലാദിക്കുക, സന്തോഷിക്കുക എന്നിവ മനുഷ്യ സഹജമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പ്രകൃതി മതമാണ്. പ്രകൃതി മതമായ ഇസ്ലാം മനുഷ്യന്റെ ഈ സഹജമായ വാസനകളെ അംഗീകരിക്കുകയും അതേപോലെ ആഘോഷം എന്നത് ഒരു ഇബാദത്തായി നിശ്ചയിച്ചു തരികയും ചെയ്തിരിക്കുന്നു. അമിതമായ ആഹ്ലാദ പ്രകടനങ്ങളല്ല, അല്ലെങ്കിൽ അമിതമായ ആർഭാടങ്ങളോ ആഡംബരങ്ങളോ അല്ല, മിതമായ ആഘോഷമാണ്, ലാളിത്യത്തോടു കൂടെയുള്ള ആഘോഷമാണ്. ഈ ആഘോഷം തന്നെയും ഒരു ഇബാദത്താണ്. അള്ളാഹുവിനെ സ്മരിക്കുകയാണ്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയാണ്. നോമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി സ്മരിക്കുകയും അവന് വേണ്ടി ധാരാളമായി നമസ്കരിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും എല്ലാം ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്തതിന് ശേഷം വീണ്ടും അള്ളാഹു പറയുന്നത് വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും വലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങളെ ഹിദായത്തിലാക്കിയതിന് നിങ്ങൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി എന്ന്. ഈ പറഞ്ഞ വചനത്തിന്റെ സൂചന പെരുന്നാൾ ദിവസങ്ങൾ ആഘോഷിക്കപ്പെടുമ്പോൾ വിശ്വാസികൾ ഉറക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തക്ബീർ ധ്വനികളാണ് എന്നാണ്. സൂറത്തുൽ ഹജ്ജിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട്,
വകദാലിക സഖറഹാ ലക്കും ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. ബലി മൃഗങ്ങളെ അല്ലെങ്കിൽ കന്നുകാലികളെ അവൻ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്, നിങ്ങളെ സന്മാർഗത്തിലേക്ക് നയിച്ചതിന്റെ പ്രത്യുപകാരം എന്ന നിലയ്ക്ക്. അപ്പൊ അവിടെ ബലികർമ്മം നിർവഹിക്കുമ്പോഴും ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കുമ്പോഴും നോമ്പ് അനുഷ്ഠിക്കുമ്പോഴും അവയുടെ സമാപ്തിയിൽ പെരുന്നാളുകൾ ആഘോഷിക്കുമ്പോഴും ഒക്കെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുവാൻ അള്ളാഹു നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അവനാണ് ഏറ്റവും വലിയവൻ, അവനാണ് ഏറ്റവും ഉത്തമൻ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് മുമ്പിൽ അവൻ നിസ്സാരനാണ്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്. അള്ളാഹു ആണെങ്കിലോ വല്ലാഹു വൽ ഗനിയുൽ ഹമീദ്, അള്ളാഹുവാണ് പരാശ്രയരഹിതൻ, അവനാണ് ഹമീദ്. അതുകൊണ്ട് എല്ലായ്പ്പോഴും അള്ളാഹുവിന് സ്തോത്ര കീർത്തനങ്ങൾ ചെയ്ത് അവനെ പ്രശംസിച്ച് അവനെ സ്തുതിച്ച് അവനെ മഹത്വപ്പെടുത്തി ജീവിക്കേണ്ടവരാണ് വിശ്വാസികൾ. അത് പെരുന്നാൾ ദിവസത്തിലും ബാധകമാണ്. അതിനാൽ അമിതമായ ആഹ്ലാദ പ്രകടനങ്ങളില്ലാതെ അള്ളാഹുവിൻ്റെ മഹത്വവും അതേപോലെ തന്നെ അവൻ്റെ പരിശുദ്ധിയും എല്ലാം അംഗീകരിച്ചുകൊണ്ട് തക്ബീർ ധ്വനികൾ മുഴക്കി ആരാധന മഗ്നരായി ആരാധനയിൽ മുഴുകി പെരുന്നാൾ ആഘോഷിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ കൽപ്പന. നമുക്കറിയാം, നാം ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ പോവുകയാണ്. ചെറിയ പെരുന്നാൾ എന്ന് പറയുന്നത് നോമ്പിന്റെ സമാപ്തിയിലാണ്. അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത് വിശുദ്ധ ഖുർആൻ ആ മാസത്തിൽ അവതരിപ്പിക്കപ്പെട്ടതിനാലാണ്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യർക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ലോകത്ത് അള്ളാഹുവിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും നിത്യേനയും രാവും പകലുമില്ലാതെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്തായത് ഏതാണെന്ന് ചോദിച്ചാൽ മനുഷ്യർക്ക് മാർഗദർശനമായി, സത്യവും അസത്യവും വേർതിരിക്കുന്ന ഗ്രന്ഥമായി, ഹലാലിൻ്റെയും ഹറാമിൻ്റെയും വിവേചനമായി, ഖൈറും ഷെറും ഏതാണെന്ന് കൃത്യമായി നിർവചിക്കുന്ന ഗ്രന്ഥമായി, സ്വർഗത്തിലേക്കുള്ള പാതയും നരകത്തിലേക്കുള്ള പാതയും കൃത്യമായി വരച്ചു കാണിച്ചു തരുന്ന വിശുദ്ധ ഖുർആൻ എന്ന ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടു എന്നതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നത് ഖദ് ജാഅത്തുക്കും മൗഇലത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽ ആലമീൻ എന്നാണ്. വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്കുള്ള മൗഇലത്താണ്, സദുപദേശമാണ്. അതേപോലെ തന്നെ അത് സന്മാർഗമാണ്, റഹ്മത്താണ്, മനുഷ്യരുടെ മനസ്സിലെ രോഗങ്ങൾക്കുള്ള ശമനവുമാണ്. അപ്പൊ അതിനാൽ വിശുദ്ധ ഖുർആൻ എന്ന അതിമഹത്തായ ഒരു ഗ്രന്ഥം, ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഗ്രന്ഥം, സത്യാസത്യ വിവേചന ഗ്രന്ഥം മനുഷ്യന് നൽകപ്പെട്ടതിനുള്ള നന്ദി സൂചകമായി ഒരു മാസക്കാലം ഖുർആന്റെ അവതരണം നടന്ന മാസത്തിൽ നോമ്പനുഷ്ഠിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചു. വിശ്വാസികൾ ആ കൽപ്പന ശിരസാ വഹിച്ചു. നോമ്പ് എന്ന് പറയുന്നത് ഹജ്ജ് പോലെ തന്നെ അള്ളാഹുവിൻ്റെ ക്ഷണത്തിനുള്ള ഇസ്തിജാബത്താണ്, അള്ളാഹുവിൻ്റെ കൽപ്പനക്കുള്ള ഇസ്തിജാബത്താണ്, മനുഷ്യന്റെ ഇഖ്ലാസിന്റെ പ്രകടനമാണ്, തൗഹീദ് ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്ന ആരാധനയാണ്, മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുന്ന ആരാധനകളാണ് നോമ്പും ഹജ്ജും ഒക്കെ തന്നെ. അത് ഇസ്തിഗ്ഫാറിന്റെ ആരാധനയാണ്. അതേപോലെ തന്നെ ജനങ്ങളെ മനസ്സിലാക്കുവാനുള്ള തആറുഫിന്റെ ആരാധനയാണ്. ജനങ്ങൾക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ ലഭിക്കുന്ന ഇഴ്തിബാറിന്റെ ഇബാദത്തുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇബാദത്ത് അത് കൃത്യമായി വിശ്വാസി അനുഷ്ഠിക്കുന്നു. പ്രത്യേകിച്ച് റമളാൻ മാസത്തിൽ നമസ്കാരങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, വിശുദ്ധ ഖുർആൻ പാരായണങ്ങളിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ, പുണ്യപ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് അവൻ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിശുദ്ധ ഖുർആൻ എന്ന മഹത്തായ അനുഗ്രഹം ലഭിച്ചതിന് നന്ദി സൂചകമായി ഈ പറഞ്ഞ നല്ല പ്രവർത്തനങ്ങളാൽ നിറഞ്ഞ സമൃദ്ധമായി ഒരു മാസക്കാലം വിശ്വാസി അന്നപാനീയങ്ങളും ആഹാരങ്ങളും അനുവദിക്കപ്പെട്ട മറ്റു കാര്യങ്ങളും ഒക്കെ വർജിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ച് അള്ളാഹുലേക്ക് അടുക്കുന്നു. അള്ളാഹുലേക്ക് വിശ്വാസി അടുത്തതിന് ഉള്ള പ്രത്യുപകാരമായി തൊട്ടടുത്ത ദിവസം ആഘോഷിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കുകയും ചെയ്തു. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ആത്മീയമാണ് ആഘോഷം. വളരെ ലാളിത്യത്തോടു കൂടെയാണ് നാം ആഘോഷിക്കേണ്ടത്. വിശ്വാസികൾ പരസ്പരം തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, ഒരു മാസക്കാലം നാം അനുഷ്ഠിച്ച നമ്മുടെ നോമ്പും നമസ്കാരാദി ആരാധനാ കർമ്മങ്ങളും അതേപോലെ ഖിയാമുൽ ലൈലും
തഹജ്ജുദും ഖുർആൻ പാരായണവും മറ്റു അമൽസാലിയാത്തുകളും ഒക്കെ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പരസ്പരം ആശംസിച്ചുകൊണ്ടാണ് വിശ്വാസി ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. ഈദുൽ ഫിത്തർ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ചില സന്ദേശങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് പങ്കുവെക്കലിന്റെ സന്ദേശമാണ്. നാം നമ്മുടെ സന്തോഷം പങ്കുവെക്കുകയാണ്. അയൽക്കാരുമായി, നമ്മുടെ സുഹൃത്തുക്കളുമായി, വീട്ടുകാരുമായി, ബന്ധുക്കളുമായി, അങ്ങനെ ജീവിതത്തിൽ നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ വിഭാഗം ആളുകളുമായി നാം ഈ സന്തോഷം പങ്കുവെക്കുകയാണ്. അതോടൊപ്പം ചില കളികളോ വിനോദങ്ങളോ അതേപോലെ മറ്റു കലാപരിപാടികളോ ഒക്കെ തന്നെയും ഇസ്ലാമിന്റെ നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അത് അനുവദനീയവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ചില കുട്ടികൾ വന്ന് ബുആസ് ദിവസത്തെ അനുസ്മരിക്കുന്ന ചില പാട്ടുകൾ പാടിയതും അവരെ വിലക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് ശ്രമിച്ചതും, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖിനോട് അവരെ വിട്ടേക്കുക, ഇന്നലികുല്ലി ഖൗമിൻ ഈദൻ ഫഇന്നൽ യൗമ ഈദുന, അബൂബക്കർ ഇന്ന് നമ്മുടെ ഈദ് ദിവസമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞതൊക്കെ വളരെ പ്രസിദ്ധമാണ്. ഹബശയിൽ നിന്ന് വന്ന ചില കളരിപ്പയറ്റുകാര് ആയുധങ്ങളുമായി ചില പ്രകടനങ്ങൾ നടത്തിയപ്പോ, അവരുടെ ആയോധന മുറകൾ അവതരിപ്പിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിക്കണ്ടു എന്ന് മാത്രമല്ല, തന്റെ പ്രിയപത്നി ആയിഷ ബീവിക്ക് അവർക്ക് മതിവരോളം അത് കാണാനുള്ള അവസരം പ്രവാചകൻ ചെയ്തു കൊടുത്തതൊക്കെ ഈദ് സുദിനങ്ങളിലാണ് എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഈദ് മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന ആഘോഷമാണ്. ചേർത്ത് പിടിക്കലിന്റെ സന്ദേശമാണ് ഈദ്. ഈദുൽ ഫിത്തറിന് നാം സക്കാത്ത്, പ്രത്യേകമായ ഒരു സക്കാത്ത്, അതാണ് സക്കാത്തുൽ ഫിത്തർ. ഫിത്തർ എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ അവസാനമാണ്, നോമ്പിന്റെ അന്ത്യമാണ്, അല്ലെങ്കിൽ നോമ്പ് മുറിക്കലാണ്. ആ നോമ്പ് അതിന്റെ സമാപ്തിയിലുള്ള സക്കാത്ത് ആയതുകൊണ്ട് സക്കാത്തുൽ ഫിത്തർ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതേപോലെ നോമ്പിന്റെ സമാപ്തിയിലുള്ള പെരുന്നാളായതിനാൽ ഈദുൽ ഫിത്തർ എന്ന പേരിൽ അറിയപ്പെടുന്നു. അന്നേ ദിവസം പട്ടിണി കിടക്കുന്ന ഒരാൾ പോലും ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന സന്ദേശമാണ്. മറ്റുള്ള ആളുകളെയൊക്കെ ചേർത്ത് പിടിക്കേണ്ടതാണ് എന്ന ഒരു സന്ദേശത്തിന്റെ ആശയമാണ് യഥാർത്ഥത്തിൽ ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത്. അഗ്നൂഹും അനിൽ മസ്അല ഫീ ഹാദൽ യൗം, ഈ പെരുന്നാൾ ദിവസങ്ങളിൽ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ ഭക്ഷണത്തിന് വേണ്ടി, ആഹാരത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഇവർക്ക് സൃഷ്ടിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി നിർദ്ദേശിക്കുകയുണ്ടായി. ചെറിയ പെരുന്നാളിന് മനുഷ്യൻ സാധാരണ ഭക്ഷിക്കുന്ന അന്നമാണ് ഈദുൽ ഫിത്തറിന് സക്കാത്തുൽ ഫിത്തറായി നൽകേണ്ടതെങ്കിൽ സമാനമായ മറ്റൊരാഘോഷമായ ബലിപെരുന്നാളിനുമുണ്ട്. അവിടെ നമ്മൾ മാംസമാണ്. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത്, ഉളുഹിയ്യത്ത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതൊരു ഒരുപാട് ത്യാഗങ്ങളെ ഓർമ്മിപ്പിക്കുകയും അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ആരാധനയാണ്. അതുകൊണ്ട് തന്നെ ആ ത്യാഗത്തിലേക്ക് ഒന്നുകൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ബലിമൃഗങ്ങളെ അറുക്കുവാനും ആ ബലിമൃഗങ്ങളുടെ മാംസം പാവങ്ങൾക്ക് നൽകുവാനും ഇസ്ലാം നിർദ്ദേശിക്കുകയാണ്, കൽപ്പിക്കുകയാണ്. അങ്ങനെ പാവപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കുക എന്ന മഹനീയമായ ഒരു സന്ദേശം. അതോടൊപ്പം തന്നെ ജനങ്ങളെ, മറ്റുള്ള ആളുകൾക്ക് പ്രത്യാശയും അതേപോലെ തന്നെ ആവേശവും ഒക്കെ നൽകുന്ന ഒരു സന്ദേശവും ഈദ് ഉൾക്കൊള്ളുന്നുണ്ട് എന്നതാണ്. ഒരു മാസക്കാലം നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചു, ആ നോമ്പിന്റെ സമാപ്തിയിൽ ആ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ കഴിഞ്ഞ് ഒരു തുറവി, ഒരു ആശ്വാസം, ഒരു സന്തോഷം, ഒരു പ്രത്യാശ മുസ്ലിങ്ങൾക്ക് ലഭിക്കുകയാണ് ഈദിലൂടെ. അതേപോലെ തന്നെയാണ് ബലിപെരുന്നാളിലുമൊക്കെ. അപ്പൊ അങ്ങനെ മനുഷ്യർക്ക് സന്തോഷവും ആഹ്ലാദവും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഒരു സുദിനമാണ് യഥാർത്ഥത്തിൽ ഈദുൽ ഫിത്തർ. ഇപ്പോ ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകമായി നാം സൂചിപ്പിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2-3 വർഷക്കാലം ഫലസ്തീനിലെ ഗസയിൽ സയനിസ്റ്റുകൾ നടത്തിയ ബോംബ് വർഷങ്ങളുടെ തണലിൽ, അല്ലെങ്കിൽ അതിന്റെ ഭീകരതയിൽ, അതിന്റെ പ്രത്യാഘാതങ്ങളിൽ വേദന അനുഭവിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ 2023 മുതൽ മുസ്ലിം സമൂഹം ഈദ് ആഘോഷിച്ചെങ്കിൽ ഇന്ന് അവരുടെ മുമ്പിൽ മറ്റൊരു സാഹചര്യമാണ്. ലോകത്ത് ഭീകരവാദവും അതേപോലെ തന്നെ യുദ്ധവും നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കുന്ന പ്രവണതയും ഏറ്റവും കൂടുതൽ നാം കണ്ടുവരുന്നത് സയനിസ്റ്റുകളുടെയും അതേപോലെ സാമ്രാജ്യ ശക്തികളുടെയും പക്കൽ നിന്നാണ്. യാതൊരു കാരണവുമില്ലാതെ, ന്യായീകരണവുമില്ലാതെ മതിയായ
കാരണങ്ങളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ ഇല്ലാതെ അകാരണമായി സ്വതന്ത്രമായ ഒരു രാഷ്ട്രത്തെ, ഒരു പരമാധികാര രാഷ്ട്രത്തെ ബോംബെറിഞ്ഞ് അത് തന്നെയും നിരപരാധരായ 200ഓളം കുട്ടികളെ നിർദാക്ഷിണ്യം വധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന യുദ്ധത്തിന് സാമ്രാജ്യ ശക്തികളും അതേപോലെ സയനിസ്റ്റ് ശക്തികളുമൊക്കെ കൂട്ടായി നടത്തിയ ഈ യുദ്ധത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞ അങ്ങനെയാണ്. ആ യുദ്ധത്തിൽ കക്ഷികളല്ലാത്ത ആളുകൾ പോലും അതിന്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളൊക്കെ വളരെ ആർഭാടപൂർവ്വം സന്തോഷപൂർവ്വം കൊണ്ടാടപ്പെടുന്നത് പ്രവാസികളുടെ സഹായത്താലും അവരുടെ പിന്തുണയാലുമാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് നാട്ടിൽ വരാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. പെരുന്നാളിന് മാസങ്ങൾക്ക് മുമ്പേ ടിക്കറ്റ് എടുത്ത് കുടുംബക്കാരോടൊപ്പം ഈദും അതേപോലെ നോമ്പുമൊക്കെ ആഘോഷിക്കുവാനും ആചരിക്കുവാനും വേണ്ടി മാസങ്ങൾക്ക് മുമ്പേ തയ്യാറെടുത്ത ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നണിയാൻ ചേരാൻ കഴിയാത്ത വളരെ ദൗർഭാഗ്യകരമായ അവസ്ഥ. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധത്തിൽ കക്ഷികളല്ല. പക്ഷെ കക്ഷികളല്ലെങ്കിലും ഇതിന്റെ പ്രത്യാഘാതം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതേപോലെ മറ്റു വിലക്കയറ്റങ്ങളും ഒക്കെ നേരിടാൻ പോകുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യം, യുദ്ധം, അത് സൃഷ്ടിച്ചത് ആരാണ്? അതിന്റെ കാരണക്കാരാരാണ്? ആരാണ് ഇവിടെ അന്യായം പ്രവർത്തിച്ചത്? ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കുക എന്നതാണ്. ഒരിക്കലും അന്യായത്തിന് കൂട്ടു നിൽക്കാൻ പാടില്ല. ആരാണോ അക്രമി, ആ അക്രമിയാണ് എന്ന് വെട്ടിത്തുറന്ന് പറയുക എന്നതാണ് ഇസ്ലാമിന്റെ സമീപനം. ആരാണോ പീഡിതൻ, ആ പീഡിതന്റെ പക്ഷത്ത് നിൽക്കുക എന്നുള്ളതാണ്. മാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാ വൽ മുസ്തദ്അഫീന മിനർ റിജാലി വൻ നിസായി വൽ വിൽദാൻ അല്ലദീന, വിശുദ്ധ ഖുർആൻ ആ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ മാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാ, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാത്തത്? അതേപോലെ വൽ മുസ്തദ്അഫീന മിനർ റിജാലി വൻ നിസായി വൽ വിൽദാൻ അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖർയത്തിൽ ളാലിമി അഹ്ലുഹാ, അക്രമികളായ ആളുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പീഡിതരായ ആളുകളുടെ മാർഗത്തിലൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. എല്ലായ്പ്പോഴും നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ, പീഡിതരുടെ പക്ഷത്ത് നിൽക്കാൻ. വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, ഏതെങ്കിലും ഒരു വിഭാഗത്തോട് ശത്രുതയോ വിദ്വേഷമോ ഉണ്ട് എന്ന് കരുതി ഒരിക്കലും അന്യായം പ്രവർത്തിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അന്യായത്തിന് കൂട്ടു നിൽക്കാൻ പാടില്ല. ഇവിടെ അമേരിക്കയും അതേപോലെ സയനിസ്റ്റ് ഇസ്രായേലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്യായമാണ്, അക്രമമാണ്, യാതൊരു നീതീകരണവുമില്ലാത്ത യുദ്ധങ്ങളാണ്. ഓരോ സന്ദർഭത്തിൽ ഓരോ രാജ്യത്തിനെതിരെയും അവർ ചില കാരണങ്ങൾ കണ്ടെത്തുകയും ഐക്യരാഷ്ട്ര സംഘടനയെയും സഭയെയും അതേപോലെ മറ്റു ലോക വേദികളെയും ഒക്കെ നോക്കുകുത്തികളാക്കി നിരപരാധികളായ ആളുകളെ നിർദാക്ഷിണ്യം കൊന്നൊടുക്കുകയും ചെയ്യുന്ന അതിഭീകരമായ വേദനാജനകമായ കാഴ്ച. ആ ഒരു പശ്ചാത്തലത്തിലാണ് നാം ഇപ്പോൾ പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ നമ്മുടെ നാടണിയാൻ കഴിയാതെ വിദൂര ദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാർക്ക് പിന്തുണ നൽകാൻ ഈ പെരുന്നാൾ സുദിനത്തിൽ നാം മറക്കാൻ പാടില്ല. അവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുവാനും അവർക്ക് ആശ്വാസം പകരുവാനും അതേപോലെ ഗൾഫിലുള്ള നമ്മുടെ പല കാര്യങ്ങൾക്കും നമ്മൾ പിന്തുണ നൽകുന്നത്, സാമ്പത്തികവും അല്ലാതെയുമായ പിന്തുണ നൽകുന്നത് ഗൾഫിലെ നമ്മുടെ സഹോദരന്മാരാണ്. അതുകൊണ്ട് അവരോട് സ്നേഹം പങ്കുവെക്കാനും അതേപോലെ തന്നെ അവരെ വിളിച്ച് ക്ഷേമാന്വേഷണങ്ങൾ നടത്തുവാനും അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുവാനും ഒക്കെ ഈ സുദിനത്തിൽ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നോമ്പ് എന്ന് പറയുന്നത്, പെരുന്നാൾ എന്ന് പറയുന്നത് ഈ ഉമ്മത്തിന്റെ ഏകത്വ ബോധം അല്ലെങ്കിൽ ഐക്യബോധം അത് ഊട്ടിയുറപ്പിക്കുവാനുള്ള ഒരു ഇബാദത്താണ്, ഒരാഘോഷമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അള്ളാന്റെ പാശം നിങ്ങൾ മുറുകെ പിടിക്കുക. എപ്പോഴൊക്കെ മുസ്ലിങ്ങൾ ഈമാനിൽ ഉറച്ചു നിൽക്കുന്നുവോ അവരെ അതിജയിക്കാൻ മറ്റാർക്കും സാധ്യമല്ല. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ദുർബലരായി പോകേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, എപ്പോഴും നിങ്ങൾ തന്നെയായിരിക്കും ഉന്നതന്മാർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ. അതിനാൽ നാം യഥാർത്ഥ ഈമാനിലേക്ക് മടങ്ങുക, യഥാർത്ഥ തൗഹീദിലേക്ക് മടങ്ങുക, അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കുക, പ്രവാചകന്റെ സുന്നത്ത് അനുധാവനം ചെയ്യുക. ആ ഖുർആനും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഐക്യത്തോടു കൂടെ നാം മുമ്പോട്ട് പോവുക. അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. സഹാബികളുടെയും താബിഈങ്ങളുടെയും
അതേപോലെ മദ്ഹബി പണ്ഡിതന്മാരുടെയും ഹദീസ് പണ്ഡിതന്മാരുടെയും ഒക്കെ കാലഘട്ടങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ സമുദായത്തിന്റെ, ഈ ഉമ്മത്തിന്റെ ഹൈറായ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഗുണത്തിന് വേണ്ടി ഒന്നിക്കുവാൻ, അവരുടെ പൊതുശത്രുവിനെ ഐക്യത്തോടു കൂടെ നേരിടുവാൻ മുസ്ലിം സമൂഹം സജ്ജമാകേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഈദ് എന്ന് പറയുന്നത് പ്രത്യാശയുടെ ഒരാഘോഷമാണ്. ഇപ്പൊ ഇവിടെ ഗൾഫ് രാജ്യങ്ങളിലും അതേപോലെ പേർഷ്യൻ ഹുർമുസ് കടലിടുക്കുമൊക്കെ ഇങ്ങനെ യുദ്ധം, അതിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടു മൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലും സന്തോഷത്തിന് വക നൽകുന്ന ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് നാറ്റോ കക്ഷികൾ, അമേരിക്കൻ സഖ്യകക്ഷികളാണ്. 32 കക്ഷികളാണ് ഉള്ളത്. അത് അമേരിക്കയും കാനഡയും കഴിഞ്ഞാൽ, നോർത്ത് അറ്റ്ലാന്റിക് 2 രാജ്യങ്ങൾ കഴിഞ്ഞാൽ ബാക്കി 30 യൂറോപ്യൻ രാജ്യങ്ങളാണ്. ഇവിടെ ഈ ഒരു വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ച് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത് നാറ്റോ കക്ഷികൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ്. സന്തോഷത്തിന് വക നൽകുന്ന ഒരു കാര്യമാണ്. അമേരിക്കയുടെയും സയനിസ്റ്റ് ഇസ്രയേലിന്റെയും പക്കൽ ന്യായത്തിന്റെ യാതൊരു കണികയും അംശവും ഇല്ല. നേരത്തെ ഗസയിൽ 70,000-ഓളം മനുഷ്യരെ കൊന്നൊടുക്കിയ, 20,000-ഓളം കുഞ്ഞുങ്ങളെ നിർദാക്ഷിണ്യം വധിച്ച, 10,000-ലേറെ സ്ത്രീകളെ കൊല ചെയ്ത ആ സയനിസ്റ്റ് ഭീകരർ തന്നെയാണ് ഇതിന്റെയും പുറകിൽ. അപ്പൊ ആ കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സയനിസ്റ്റ് കക്ഷികൾക്ക് പിന്തുണ നൽകുവാൻ നാറ്റോ സഖ്യകക്ഷികളിൽ മറ്റു രാജ്യങ്ങളൊന്നും തയ്യാറാകാത്തത് എന്ന കാര്യവും നമുക്ക് പ്രത്യാശ പ്രദാനം ചെയ്തതാണ്. അതോടൊപ്പം നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ, അതേപോലെ അറബ് രാജ്യങ്ങൾ, അവരുടെ രക്ഷകരായി വരുന്ന പല ആളുകളും അവരെ രക്ഷിക്കാനല്ല, മറിച്ച് തങ്ങളുടെ സഖ്യകക്ഷികളെ അല്ലെങ്കിൽ സയനിസ്റ്റ് ശക്തികളെ സംരക്ഷിക്കുവാൻ, അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവരുടെ രാജ്യങ്ങളിലൊക്കെ തന്നെ രക്ഷകന്റെ വേഷമണിഞ്ഞുകൊണ്ട് ബേസുകളും അതേപോലെ തന്നെ സൈനിക താവളങ്ങളും ഒക്കെ ഉണ്ടാക്കിയത് എന്നും മുസ്ലിം ലോകം തിരിച്ചറിയാൻ ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾ നിമിത്തമായി എന്നുള്ളത് നമുക്ക് സന്തോഷവും അതേപോലെ പ്രത്യാശയും പ്രദാനം ചെയ്യുന്ന കാര്യമാണ്. നാം ഈ പെരുന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ മുസ്ലിം ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വ്യത്യസ്ത രാജ്യങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അത് നമ്മുടെ രാജ്യമായ ഇന്ത്യയിലാണെങ്കിലും അതേപോലെ പാകിസ്ഥാനിലാണെങ്കിലും അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലാണെങ്കിലും, പ്രത്യേകിച്ച് ലിബിയ, സുഡാൻ മുതലായ പ്രദേശങ്ങളിലൊക്കെയുള്ള മുസ്ലിങ്ങൾ അവരുടേതായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആത്യന്തികമായ വിജയം സത്യത്തിനായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ലോകശക്തികൾ ഈ പറഞ്ഞ ഇസ്ലാമിക രാജ്യങ്ങളെ കണ്ണുവച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ട മനസ്സിലായ വിഷയവുമാണ്. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയുക, ആയുധങ്ങളും അതേപോലെ തന്നെ അത്യാധുനിക പടക്കോപ്പുകളും യുദ്ധോപകരണങ്ങളും വിമാനങ്ങളും അതേപോലെ പടക്കപ്പലുകളും ഒക്കെ സ്വന്തമാക്കിയ രാഷ്ട്രത്തിന്റെ തലവന്മാർ, അവർക്ക് നീതിബോധമോ നൈതികതയോ അല്ലെങ്കിൽ മനുഷ്യ സ്നേഹമോ ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നതിന്റെ ഫലം ഇന്നത്തെ ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ നേർസാക്ഷ്യമാണ് മിഡിൽ ഈസ്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഈ പെരുന്നാൾ സുദിനത്തിൽ ഈ കാര്യങ്ങളൊക്കെ നാം ഓർക്കുക, ഐക്യത്തോടു കൂടെ നാം നിലകൊള്ളുക. മുസ്ലിം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി, സർവോപരി മനുഷ്യ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുക. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് ഐക്യത്തോടു കൂടെ നിലകൊള്ളേണ്ടവരാണ്. അവർക്ക് ഇടയിൽ ഈമാനികമായ വിശ്വാസപരമായ ഒരു സ്നേഹബന്ധം ഉണ്ടാകണം. അത് നിഷേധിക്കേണ്ട കാര്യമില്ല. എന്നാൽ ആ ഒരു സ്നേഹബന്ധം നിലനിർത്തുന്നതോടൊപ്പം തന്നെ മറ്റു മനുഷ്യരെ ചേർത്ത് പിടിക്കുവാനും എല്ലാവരോടും സ്നേഹത്തോടെയും സഹവർത്തിത്തോടെയും പെരുമാറുവാനും ഈദ് നമുക്ക് പ്രചോദനമാകേണ്ടതുണ്ട്. വംശീയത അല്ലെങ്കിൽ വർഗീയത ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ അടിയുറച്ച് നിൽക്കുന്നതോടൊപ്പം തന്നെ മറ്റു മതവിശ്വാസികളെയും ചേർത്ത് പിടിക്കുവാൻ, അവരെയും സ്നേഹിക്കുവാൻ, മാനുഷിക ബന്ധത്തിന്റെ പേരിൽ അവരെയും ആദരിക്കുവാൻ, കൂട്ടുപിടിക്കാൻ ഇസ്ലാം നിർദ്ദേശിക്കാൻ. വംശീയതയെ കർശനമായി ഇസ്ലാം എതിർക്കുന്നുണ്ട്. ലൈസ മിന്ന മൻ മാത അലാ അസ്ബിയ മൻ ദഅ ഇലാ അസ്ബിയ വലൈസ മിന്ന മൻ ഖാതല അസ്ബിയ വലൈസ മിന്ന മൻ മാത അലാ അസ്ബിയ. ഈ പറഞ്ഞ വർഗീയതയിലേക്കോ വംശീയതയിലേക്കോ ക്ഷണിക്കുന്നവൻ, അതിനുവേണ്ടി യുദ്ധം ചെയ്യുന്നവൻ അല്ലെങ്കിൽ അതിന്റെ മാർഗത്തിൽ മരണമടയുന്നവനൊന്നും നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല
എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. സഹാബികൾക്കിടയിൽ ഇങ്ങനെയുള്ള ചില നീക്കങ്ങൾ, ചില ശ്രമങ്ങൾ പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ദഊഹ ഫഇന്നഹ മുൻതിന, ഉപേക്ഷിക്കൂ അത്, കാരണം നാറുന്നതാണത്. ജാഹിലിയ കാലഘട്ടത്തിലെ ഈ ഒരു പ്രവണത അത് അങ്ങേറ്റം നാറ്റം ഉണ്ടാക്കുന്നതാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അപ്പൊ ജനങ്ങളുടെ ക്ഷേമങ്ങൾക്ക് വേണ്ടി ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ആളുകളുടെയും പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് വിശ്വാസികൾക്ക് നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മൂമിൻ അല്ലദീ യുഖാലിത്തുന്നാസ് വയസ്ബിറു അലാ അദാഹും ഖൈറു മിനൽ മൂമിൻ അല്ലദീ ലാ യുഖാലിത്തുന്നാസ് വലാ യസ്ബിറു അലാ അദാഹും എന്നാണ്. ജനങ്ങളുമായി ഇടപഴകുകയും എന്നിട്ട് ജനങ്ങളുടെ ക്ഷേമങ്ങൾക്കും അഭിവൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കുകയും അതിന്റെ മാർഗത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും പ്രയാസങ്ങൾ ക്ഷമിക്കുകയും ഒക്കെ ചെയ്യുന്ന വിശ്വാസിയായ മനുഷ്യനാണ് ഇതൊന്നും ചെയ്യാത്ത വിശ്വാസിയായ മനുഷ്യനേക്കാൾ ഉത്തമൻ എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, അതേപോലെ പരസ്പര സാഹോദര്യത്തിന് വേണ്ടി, സമത്വത്തിന് വേണ്ടി ഇറങ്ങേണ്ടത് വിശ്വാസിയുടെ ബാധ്യതയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിൽ പഠിപ്പിക്കുന്നത്. അതേപോലെ പ്രവാചകൻ പറഞ്ഞ ഒരു വാചകം കൂടിയുണ്ട്, അള്ളാഹു എനിക്ക് വഹയ്യായി അറിയിച്ചു തന്നിട്ടുണ്ട്, അൻ തവാളു, നിങ്ങൾ എല്ലാവരും വിനയത്തോടു കൂടെ, അഹങ്കരിക്കാതെ, വലാ യഫ്ഖുറു ബഅദുൻ അലാ ബഅദ്, ഒരാൾ മറ്റൊരാളുടെ മേൽ ഫഖ്ർ നടിക്കാതെ, വലാ യബ്ഗി അഹദുൻ അലാ അഹദ്, ഒരാൾ മറ്റൊരാളുടെ മേൽ അന്യായം പ്രവർത്തിക്കാതെ എല്ലാവരും വിനയത്തോടു കൂടെ ജീവിക്കണം എന്നതും പ്രവാചകന്റെ നിർദ്ദേശമാണ്. ഇവിടെയൊന്നും പ്രവാചകൻ ജാതി പറഞ്ഞിട്ടില്ല, മതം പറഞ്ഞിട്ടില്ല, മറിച്ച് അവിടെയൊക്കെ പ്രവാചകൻ മനുഷ്യ സമൂഹത്തെ ഒന്നാകെ പൊതുവിൽ കാണുകയാണ്. അപ്പൊ ഇതാണ് ഇസ്ലാമിന്റെ ഈ വിഷയകമായ കാഴ്ചപ്പാട്. അതിനാൽ ഒരിക്കലും വർഗീയതയുമായി സമരസപ്പെടാതെ, അത് ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും, ഇവിടെ ബഹുമത സമൂഹമാണ്, വ്യത്യസ്ത മതവിഭാഗങ്ങൾ അതിജീവിക്കുന്ന പ്രദേശമാണ്, മുസ്ലിം സമൂഹം ന്യൂനപക്ഷമാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാനുഷികമായി ചിന്തിക്കുവാനും അതേപോലെ മനുഷ്യ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനും നാം എല്ലാവരും തയ്യാറാവണം. ഇതൊക്കെയാണ് ഈദുൽ ഫിത്തർ നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്. ചെറിയ പെരുന്നാൾ ദിവസം എല്ലാ ആളുകളും, വലിയ പെരുന്നാൾ, 2 പെരുന്നാൾ ദിവസങ്ങളിൽ എല്ലാ വിഭാഗം ആളുകളും ഈദ്ഗാഹുകളിലേക്ക് വന്ന്, സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും ആബാലവൃദ്ധം ജനങ്ങളും ഈദ്ഗാഹുകളിൽ വന്ന് അവിടെ അള്ളാഹുവിന് പ്രാർത്ഥന അർപ്പിച്ച് നമസ്കരിച്ച് ഈ ഈദ് സന്ദേശങ്ങളൊക്കെ കൈമാറി പരസ്പരം ആശംസകൾ അർപ്പിച്ച് പിരിഞ്ഞു പോകണമെന്നുള്ള സന്ദേശം മനുഷ്യ ഐക്യത്തെ, അതേപോലെ സാഹോദര്യ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. അതോടൊപ്പം വിശ്വാസികൾ എന്ന നിലയ്ക്ക് അവരിലുണ്ടാകേണ്ട ഈമാനികമായ ഒരു ബന്ധം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ആ വിശ്വാസിയെ പ്രത്യേകമായി മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത്, അവരുടെ ഗുണത്തിനു വേണ്ടി, ക്ഷേമത്തിനു വേണ്ടി അള്ളാഹുവിന് മുമ്പിൽ അഭ്യർത്ഥിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. പ്രവാചകൻ പറഞ്ഞതുപോലെ, മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം മിസ്ലൽ ജസദ്, പരസ്പരമുള്ള ദയ, കരുണ, അനുകമ്പ, സ്നേഹം, ഈ വിഷയങ്ങളിലൊക്കെ വിശ്വാസികൾ ഒരു ശരീരം പോലെയാണ്. ആ ശരീരത്തിന്റെ ഒരു ഭാഗത്തിന് രോഗമോ വേദനയോ ഉണ്ടെങ്കിൽ മറ്റു ശരീരാവയവങ്ങളൊക്കെ അനുഭാവം പ്രകടിപ്പിക്കുന്നത് പോലെ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വിശ്വാസിയായ ഒരു മനുഷ്യന് ഏതെങ്കിലും വിധേനയുള്ള ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടെങ്കിൽ അവരോട് അനുഭാവം പ്രകടിപ്പിക്കേണ്ടത് വിശ്വാസികളുടെ ബാധ്യതയാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ഈ സുദിനം, ഈദ് സുദിനം സാർത്ഥകമാക്കാൻ, അർത്ഥവത്താക്കാൻ, അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുവാൻ, ജനങ്ങളെ കൂടുതൽ സ്നേഹിക്കുവാനുള്ള ഒരു ഇബാദത്തായി, ഒരാഘോഷമാക്കി നാം മാറ്റുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഈദിന്റെ മുഴുവൻ ചൈതന്യവും പുണ്യവും നന്മയും അതേപോലെ ആ ഈദ് പ്രദാനം ചെയ്യുന്ന സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ സന്ദേശവും ഒക്കെ സ്വായത്തമാക്കാൻ, സ്വാംശീകരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. കഴിഞ്ഞ ഒരു മാസക്കാലം നാം അനുഷ്ഠിച്ച നോമ്പിന്റെ എല്ലാ ഹൈറാത്തുകളും അതിന്റെ എല്ലാ ഫളായിലുകളും ഉൾക്കൊണ്ടുകൊണ്ട് വരും കാലത്ത് ഒരു വർഷത്തേക്ക് ആവശ്യമായ ആത്മീയമായ ഊർജം സംഭരിക്കുന്ന ഒരു ഇബാദത്താക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ തറാവീഹ് നമസ്കാരങ്ങൾ, ഖിയാമുൽ ലൈൽ, ഖുർആൻ പാരായണം, ദാനധർമ്മങ്ങൾ തുടങ്ങി ഈ റമളാനിൽ നാം ചെയ്തിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇനി വരുന്ന 11 മാസ കാലഘട്ടത്തിലേക്കും കൂടെയുള്ള നമ്മുടെ ഊർജമായി, ആവേശമായി അത് മാറാൻ തക്ക വിധത്തിലുള്ള സാലിഹായ അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. റബ്ബന അത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ
വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം.